So, how did you met him? സോ അത് പറയുന്നത് വെച്ചാൽ എന്താ ചർച്ചിലെ മിനിസ്ട്രിയുടെ ലൈവിൽ കണ്ടു. അപ്പോഴേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു, ഇഷ്ടപ്പെട്ടു ആളെ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മിണ്ടി തുടങ്ങി. പിന്നെ ഞാൻ ആർക്കോ ഇട്ട മെസ്സേജ് അറിയാതെ പുള്ളിക്കാരിക്ക് പോയി. അങ്ങനെ തുടങ്ങിയ റിലേഷനാണ് ഇതുവരെ എത്തിയത്. ഞാൻ ഗൗൺ ഇതുവരെ കണ്ടിട്ടില്ല, പിന്നെ കണ്ടിട്ടില്ല. ഗൗൺ ഞാനും ബ്ലസ്സിയും കൂടെ ഗൗൺ സെലക്ട് ചെയ്യാൻ പോയത്. ഫൈൻ ട്രയൽ നോക്കിയപ്പോൾ ഞാനില്ല, എന്നെ കൊണ്ടുപോയില്ല. കാരണം അന്ന് കണ്ടാൽ മതി എന്നുള്ള ഡിസിഷനായിരുന്നു ബ്ലസ്സിയുടെ. പക്ഷെ കണ്ടിട്ടുള്ളത് ആകെ എത്ര 3-4 തവണ. അത് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ആകെ 5 to 10 minutes. ദാറ്റ്സ് ഓൾ. ഇനി അങ്ങോട്ട് തുടങ്ങാൻ പോയല്ലേ. Places I have never been, the places we are strong. കർത്താവ് തന്നത് എനിക്കുന്നില്ല. നമ്മുടെ ലൈഫിൽ എപ്പോഴും സന്തോഷം ഉണ്ടാകും, എപ്പോഴും അനുഗ്രഹം ഉണ്ടാകും, ഒരു സങ്കടം ഉണ്ടാകില്ല, ഒരു വിഷമം ഉണ്ടാകത്തില്ല. നമ്മൾ കർത്താവ് കണ്ടത് താഴ്ന്നു പോകാനല്ല, എവിടെയും ജയോത്സവമായി വിജയത്തോടെ നടക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എല്ലാ മേഖലയിലും ഇനി വരും നമ്മുടെ തലമുറയിലും എല്ലാത്തിലും അത് ബ്ലെസ്സിങ് ആയിരിക്കും. ഒന്നും താഴുവാൻ വേണ്ടിയിട്ടല്ല, എല്ലാം ഉയർച്ചയിലേക്കാണ് കർത്താവ് നമ്മൾ എത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉറപ്പ് പറയാം, കെട്ടിക്കഴിയുമ്പോൾ ലൈഫിലൊരു എന്താ പറയുന്നത് സക്സസ്ഫുൾ ലൈഫായിരിക്കും. ആൽബി തങ്കച്ചൻ, നിന്റെ സമീപം നിൽക്കുന്ന ബ്ലെസ്സി എൽസൺ ചാൾസ് എന്ന യുവതിയെ നിനക്ക് ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതമാണ്. ബ്ലെസ്സി എൽസൺ ചാൾസ്, നിന്റെ സമീപം നിൽക്കുന്ന ആൽബി തങ്കച്ചൻ എന്ന യുവാവിനെ നിനക്ക് ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണ്. പൊന്നുപോലെ ഞാൻ കൂടെ കൊണ്ട് നടക്കും. മിസ്റ്റർ ആൻഡ് മിസസ് ആൽബി തങ്കച്ചൻ, ആൽബി കൈയടിച്ച് കഥാവെന്ന് പറഞ്ഞ് ഒരു നല്ല ആൽബി പറഞ്ഞു.